കഴിഞ്ഞ പിണറായി സർക്കാരിൽ കെ ശൈലജ അവർക്കൊരു അവാർഡ് കിട്ടി. പിണറായി വിജയൻ പറഞ്ഞു അവാർഡ് വാങ്ങരുതെന്ന്. പാർട്ടി ഉടനെ പറഞ്ഞു നമ്മൾ മുതലാളിത്തം കൊടുക്കുന്ന അവാർഡുകളൊന്നും വാങ്ങരുത്. എന്നാൽ മുതലാളിത്തം പോയിട്ട് വർഗീയ പാർട്ടികൾ കൊടുക്കുന്ന, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് മോദി ചാണകം മോദി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൻ്റെ പത്മവിഭൂഷൺ വി.എസ്. അച്യുതാനന്ദൻ വാങ്ങാൻ തീരുമാനിച്ചു. മരണാനന്തരമാണ്. വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായും പത്മശ്രീയോ പത്മഭൂഷണോ കൊടുക്കേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ആളുകളെ നോക്കുമ്പോൾ കേരളത്തിൽ ഇനി കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടിക്കാണ്. തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പോൾ വലിയ വ്യക്തിത്വം തന്നെയാണ്, അതിനകത്തൊന്നും ഒരു തർക്കമല്ല. പുന്നപ്ര വയലാർ സമരത്തിൻ്റെയും അല്ലെങ്കിൽ വളരെ വലിയ വ്യക്തിത്വമാണ്. വി.എസിന് പകരം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ല. പിന്നെ പഴയ ആളുകളുണ്ട്, A.K.G. E.M.S. എന്നൊക്കെ പറഞ്ഞാൽ അത് പഴയ. ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ വന്നപ്പോൾ വി.എസ്. കഴിഞ്ഞാൽ മറ്റൊരാൾ പറയാനുള്ളൂ, മറ്റൊരാൾ പറയാനില്ല. അതാണ് സ്ഥിതി. അപ്പോൾ വി.എസിന് കൊടുത്തത് വളരെ സമകാലികമായി ശരിയാണ്. എന്നാൽ പാർട്ടി വി.എസിന് കൊടുത്തത് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അത് കൊടുക്കണമെന്ന് പറയിച്ചത് വകതിരിവില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു സാധാ SFIക്കാരനെ കൊണ്ടാണ്. അന്ന് പിന്നെ DYFI ആയെന്ന് തോന്നുന്നു. അത് പാർട്ടിയിൽ വന്നു സ്വരാജ്. എട്ടും പൊട്ടും ഞട്ടും ബോൾട്ടും തിരിയാത്ത ഒരു പാർട്ടിക്കാരനാണ്. താത്വിക ആചാര്യനായിട്ടൊക്കെ വളരാൻ എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്നു. EMSൻ്റെ കാലം കഴിഞ്ഞ് തോമസ് ഐസക്കും സി ഭാസ്കറിനെ പോലെയുള്ള ആളുകളും തോമസ് ഐസക്കിൻ്റെയും CP നാരായണൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞല്ലോ. എഴുത്തും വായനയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അവർക്ക്. അവർ വേറെ പുസ്തകങ്ങൾ ഇറക്കുന്നു, ആരത്തിലല്ല ഒരു താത്വിക ആചാര്യന്മാരൊന്നുമില്ല. പിന്നെ രാജീവ് കുറച്ച് താത്വികമൊക്കെ പഠിച്ചു വന്നു, ദേശാമനിയിലൊക്കെ ഇരുന്നു. അതിനുശേഷം ഒരു വലിയ സാധ്യതയുണ്ടായിരുന്നു സ്വരാജിന്. അത് പക്ഷേ അദ്ദേഹം തന്നെ കളഞ്ഞു കുളിച്ചു, ആവശ്യമില്ലാതെ മീരയുടെ പറക്കേക്കുന്നു. KR മീരയുടെ കൊണ്ട് ഇലക്ഷനിലൊക്കെ ഇറക്കി ആകെ നാശക്കോട്ടയാക്കി. അതുകൊണ്ട് സ്വരാജിനെ കുറിച്ച് ഇനി പറയാതിരിക്കുകയാണ്. അത് ഭാവിയില്ലാത്ത രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞു. പക്ഷേ വി.എസ്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുകയും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ തന്നെ പറഞ്ഞു എനിക്കെതിരെ ഒരു പാർട്ടിയിലെ ഒരു ഇന്നലത്തെ മഴയത്ത് കിളിർത്ത തകര എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് വി.എസിൻ്റെ തന്നെ പ്രസംഗമുണ്ട്. അത് ആർക്കൈവിലൊക്കെ കിടക്കുന്നതാണ്. ആ വി.എസിന് പത്മവിഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിച്ചിരിക്കുകയാണ്. കടലിലെ വെള്ളത്തോടൊപ്പം ഒട്ടി നിൽക്കുമ്പോൾ മാത്രമേ ബക്കറ്റിലെ വെള്ളത്തിന് അസ്തിത്വമുള്ളൂ. ബക്കറ്റിലെ വെള്ളം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കടൽ വെള്ളത്തെ നോക്കി ഇക്കിളി കാണിക്കരുത്, കുഞ്ഞനം കുത്തരുതെന്നൊക്കെ പിണറായി വിജയൻ വി.എസ്. അച്യുതാനന്ദനെ പറഞ്ഞു. വളരെ മോശമായി വി.എസ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് ആദർശത്തിൻ്റെ പേരിലാവട്ടെ, അധികാരത്തിൻ്റെ പേരിലാവട്ടെ, വിഭാഗീയതയുടെ പേരിലാകട്ടെ, എന്തിൻ്റെ പേരിലായാലും, അതെന്തിൻ്റെ പേരിൽ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം, വലിയ കുത്ത് അകത്തുനിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സഖാവാണ് വി.എസ്. അച്യുതാനന്ദൻ. അങ്ങനെ കുത്തേറ്റ് വാങ്ങിയ സഖാവിന് രാജ്യം ഇപ്പോൾ പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇനി അറിയാൻ പോകുന്നത് പത്മവിഭൂഷൺ വി.എസ്. അച്യുതാനന്ദൻ എന്നാണ്. പത്മശ്രീ മമ്മൂട്ടി എന്നൊക്കെ പറയും പോലെ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുത്തതും ഒരു ആദരവ് തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിക്ക് നേരത്തെ പത്മശ്രീ കൊടുത്തിട്ടുണ്ട്, എന്നാലും പത്മവിഭൂഷൺ കൂടെ കൊടുത്തു. ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും കേരള ഗവൺമെൻറ് കയറ്റി അയച്ചതാണ് പേര്, എന്നിട്ട് കൊടുത്തൂല്ല. 2-3 പ്രാവശ്യം കൊണ്ട് കയറ്റി അയച്ചതാണ്, പക്ഷേ ഇപ്രാവശ്യം കൊടുത്തു. പിന്നെയും ഉണ്ട് വിമല മേനോൻ, വളരെ അർഹതപ്പെട്ടൊരു വനിത തന്നെയാണ്. കായംകുളത്ത് ആലപ്പുഴയിൽ ഒരു അമ്മയ്ക്ക് കൊടുത്തു, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഒരു അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ പി നാരായണൻ, ജനയുഗത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററായിട്ടുള്ള പി നാരായണന് കൊടുത്തു. അങ്ങനെ പലർക്കും കൊടുത്തു. ആ കൂട്ടത്തിൽ കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ കണക്കുകളെടുത്തുകൊണ്ട്, സാമുദായിക മേഖലകളിലെ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു. ഇങ്ങനെ പിന്നെ ജസ്റ്റിസ് KT തോമസ്, വളരെ മുല്ലപ്പെരിയാർ കേസിൽ അദ്ദേഹം കേരളത്തിന് അനുകൂലമായൊരു നിലപാടെടുത്തില്ല എങ്കിലും അതൊരു കറുത്ത പൊട്ടായി നിൽപ്പുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് പത്മശ്രീയും കുറച്ച് പേർക്ക് പത്മവിഭൂഷണും കുറച്ച് പേർക്ക് പത്മഭൂഷണും ഒക്കെ കൊടുത്ത് രാജ്യം ആദരിച്ചു. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പത്മഭൂഷണം അതൊക്കെ ആർക്ക് വേണം, അതൊക്കെ അത് പട്ടിക്ക് വേണം, കാശ് കൊടുത്താൽ കിട്ടൂലേന്ന് ചോദിച്ചു. പ്രാഞ്ചിയേട്ടന്മാർക്കുള്ളതല്ലേ ചോദിച്ച് പണ്ട് പറഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. ഒരു ബാലൻസ് ചെയ്തിട്ടുള്ളൊരു സംഭാഷണം പറഞ്ഞു. പക്ഷേ ചില ആളുകൾ, ഞാൻ ആരെന്ന് പറയുന്നില്ല, ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ TV-യിൽ കണ്ടാണ് അറിഞ്ഞത് ഇത് കിട്ടിയെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. പത്മശ്രീ കിട്ടണം, പത്മ പുരസ്കാരങ്ങൾ കിട്ടണമെങ്കിൽ കൃത്യമായ നോമിനേഷൻ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണം. ഒന്നുകിൽ അവരവർക്ക് പറ്റത്തില്ല, വ്യക്തികൾ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സർക്കാരുകൾ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ മാത്രമേ, പ്രപ്പോസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. മാത്രമല്ല പ്രപ്പോസ് ചെയ്യുമ്പോൾ അവരുടെ ബയോഡേറ്റ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ കമ്മിറ്റിക്ക് കൊടുക്കണം. ഇനി മാത്രമല്ല കമ്മിറ്റി അത് പരിശോധിച്ചിട്ട്
കമ്മിറ്റി അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരെ വിളിച്ച് പറയും, രാവിലെ വിളിക്കും, ഇന്നലെ രാവിലെ വിളിക്കും, ഇതാ നിങ്ങൾക്ക് പത്മശ്രീ ഉണ്ട്, അത് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലും എതിർപ്പുണ്ടോ, വേണ്ട എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യില്ല. കാരണം പണ്ട് ഇതുപോലെ പത്മശ്രീ കൊടുത്തതിന് ശേഷം പലരും ഗവൺമെൻറ്റിനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് പത്മശ്രീ വേണ്ട എന്ന് പറയുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നാറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പത്മശ്രീ കൊടുക്കുന്നത് രഹസ്യമായിട്ട് ആരും അറിയാതെ ടി വിയിലൂടെയൊന്നുമല്ല, അത് ഈ സിനിമ അവാർഡൊക്കെ അങ്ങനെ തന്നെയാണ്, ആളിനെ വിളിച്ച് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. പക്ഷേ പത്മ അവാർഡ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ച് പറയും, പുറത്ത് പറയരുത്, ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് അവാർഡെന്ന് പ്രാവശ്യം നിങ്ങളെയും പരിഗണിച്ചിട്ടുണ്ടെന്ന് പറയും. പരിഗണിച്ചിട്ടുണ്ടെന്നേ പറയുള്ളൂ, പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടി എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല, അന്ന് രാവിലെയാണ് അറിഞ്ഞത്, ടി വി കണ്ടു, അതൊക്കെ ചുമ്മാ തള്ളാണ്. അങ്ങനത്തെ തള്ളുകളൊന്നും അടുത്ത ഓടില്ല. തിരിച്ച് അതൊന്നും ആവശ്യമില്ല. ഡെക്കറേഷൻ വേണ്ട. അത് വളരെ സന്തോഷമായിട്ട് ഒരുപാട് കൊടുത്തു. EMS നേരത്തെ കൊടുത്തിട്ടുണ്ട് പത്മ പുരസ്കാരം, അപ്പോൾ EMS അത് നിഷേധിച്ചിട്ടുണ്ട്. ജ്യോതി ബസുവിന് കൊടുത്തിട്ടുണ്ട്, അത് അപ്പോഴും നിഷേധിച്ചു പാർട്ടി. ഹർകിഷൻ സിംഗ് സുർജിത്തിന്, അതായത് CPM നേതാക്കൾ കൊടുത്തു. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് കൊടുത്തു. എന്നാലും ഒന്ന് UPA ഗവൺമെൻറ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കാലത്താണ്, പിന്നെ BJP ഗവൺമെൻറ് കാലത്ത്, അങ്ങനെ 2 ഗവൺമെൻറ്റും UPA ഗവൺമെൻറ് NDA ഗവൺമെൻറ്റും 4 കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 4 പേരും അത് വേണ്ട എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം അവാർഡെന്നും ബുർഷ മുതലാളിത്ത കോർപ്പറേറ്റ് ഭരണകൂടങ്ങളിൽ നിന്ന് വാങ്ങുന്ന അവാർഡുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂഷണമല്ല എന്നുള്ള നിലപാടെന്നെടുത്തു. പക്ഷേ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണാനന്തര ബഹുമതിയായി കിട്ടിയ പത്മവിഭൂഷണിൽ അങ്ങനെ ഒരു നിലപാടല്ല പാർട്ടിക്കുള്ളത്. പാർട്ടിയും കാലത്തിനനുസരിച്ച് മാറണ്ടേ, ഉയരണ്ടേ എന്നും വരട്ട് തത്വവാദവും പ്രതിക്രിയാവാദവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ കാലത്തിനനുസരിച്ച് മാറി. ഇനി അടുത്ത നയനാർക്ക് കൊട്ടേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് വരട്ടെ. AKG ഉണ്ട്, പിന്നെ പഴയ നേതാവാണ്, AKG ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ പല ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനിയുണ്ട്. അതുപോലെ കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിയുണ്ട്, KM മാണി ഇങ്ങനെ കൊണ്ട് കിടപ്പുണ്ട്. ഇങ്ങനെ പല ആളുകളും, AR ഗൗരിയമ്മ, അങ്ങനെ പറഞ്ഞ പല പേരുകളുണ്ട് കേരളത്തിൽ. ഇങ്ങനെയുള്ള പല പേരുകൾക്കും കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും പ്രാഞ്ചിയേട്ടന്മാരുടെ കാലം കഴിഞ്ഞു. ഇപ്പം ചില പ്രാഞ്ചിയേട്ടന്മാർ കിട്ടുന്നുണ്ട്, പണം കൊടുത്തിട്ടല്ല, അല്ലാതെ ചില ബന്ധങ്ങളൊക്കെ വെച്ചിട്ട്, ചില പാർട്ടി ബന്ധങ്ങളും സംഘപരിവാർ BJP ബന്ധങ്ങളൊക്കെ വെച്ച് ചിലർക്ക് കിട്ടുന്നുണ്ട്. അത് മൊത്തം സുതാര്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചിട്ട് അപ്രസക്തരെന്ന് സമൂഹം എഴുതിത്തള്ളിയവരും, എന്തെല്ലാം വർക്ക് ചെയ്തിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് വരാത്തവരും, PR വർക്ക് ചെയ്യാത്തവരും, പ്രാഞ്ചിയേട്ടൻ പണി ചെയ്യാത്തവരുമായിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ പത്മശ്രീ കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ പത്മശ്രീ കമ്മിറ്റി കുറച്ചുകൂടി സുതാര്യമായിട്ടുണ്ട്. അപ്പോഴും ഒരു പെർസെൻറ്റേജ് ഉണ്ട്, നമ്മളെ ആളെ കൂടെ കൊടുക്കണമല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും കേരളത്തിൽ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ, മമ്മൂട്ടി, KT തോമസ്, ജസ്റ്റിസ് KT തോമസ്, വിമല മേനോൻ, ദേവകി കുട്ടിയമ്മ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള എല്ലാവർക്കും ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.